ഹലോ അസ്സാം വലൈക്കും. അപ്പം ഇതാണ് എൻ്റെ വിഷുവും കൂട്ടുകാരും താമസിക്കുന്ന വീട് കേട്ടോ. മുന്നിൽ പോയതാണ് നന്ദുവാണ് ഇപ്പോൾ ഞങ്ങളവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. നോക്കുക, അടുക്കളയിൽ വെള്ളമൊക്കെ പ്യൂരിഫൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ചായക്ക് വെള്ളം വെക്കാമെന്ന് വിചാരിച്ചിട്ടോ, എല്ലാവർക്കും കുറേ ചായ കൊടുക്കാൻ വിചാരിച്ചു. എല്ലാം വൃത്തിക്കാണ് കിടക്കുന്നത്, പക്ഷേ അടുക്കും ചിട്ടയില്ല. കാരണം വെറും ബോയ്സ് മാത്രമാണല്ലോ. അങ്ങനെ അങ്ങനെ ഇത് എന്താ പറയുക, ഇതിൻ്റെ ഓണർ, അതായത് ഇത് നോക്കി നടത്തുന്നത് ദിന്നുബായിയാണ്. അവരൊക്കെ ഞാൻ വഴി പോലെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ബാഗൊക്കെ കിടക്കണം കണ്ടില്ലേ. ഇനിയിപ്പോൾ അതൊക്കെ റെഡിയാക്കി വെക്കണം. രാവിലത്തെ ഫുഡ് വന്നു. എന്താണത്, സ്റ്റഫ്ഡ് ചപ്പാത്തിയും മുളകും തൈരും പിന്നെ കട്ടൻ ചായ ഞാൻ വെച്ചത് കേട്ടോ. എന്താല്ലേ, എൻ്റെ വിഷുവും കൂട്ടുകാരൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ 4 നേരം 3 നേരം തന്നെ ആയിരിക്കുമെന്ന്. അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ, ആരുമില്ല ഈ വീട്ടിൽ. മേലെ കണ്ടോ, മേലെയാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ബുഷും കൂട്ടുകാരൊക്കെ താമസിക്കുന്നത്. താഴെ ഈ ഒരു ബെഡ്റൂമിൽ ഞങ്ങളും പിന്നെ ഓപ്പോസിറ്റ് ഒരു ബെഡ്റൂമുണ്ട്, അവിടെ ഇതിൻ്റെ ഓണറും ഈ നോക്കി നടത്തുന്ന ആളും. അപ്പോഴേക്കും ചോറ് എത്തിട്ടോ. ചോറ് ഉണ്ടല്ലോ, കുറച്ച് ഞാൻ എടുത്തുള്ളൂ. പച്ചമുളകും കൂട്ടി തൈരും കൂട്ടി കുറച്ച് കഴിച്ചപ്പോഴേക്കും നന്ദുവിൻ്റെ മോനും ഭാര്യ എത്തി. അവരുടെ കൂടെ പോയിക്കോളാനാണ് പറഞ്ഞ വിളിച്ചിട്ടോ. അങ്ങനെ ഞാൻ അവൻ്റെ കൂടെ പോവുകയാണ്. ഇത് എവിടേക്കായി പോകണം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് ദീപാവലിയാണ്. അപ്പോൾ അവന് ഡ്രസ്സ് എടുക്കണം. ഇവൻ്റെ അമ്മ, ഞാൻ പറഞ്ഞില്ലേ വീടിൻ്റെ ഓണർ എന്ന്, നന്ദുബായ് എന്ന് പറയണേ, ദിന്നുബായ്, പേര് മാറണം നോക്ക്. ദിന്നുബായിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അവർ കസിനാന്ന് പറഞ്ഞത്. അപ്പം അതാ പോണു, സ്കൂട്ടിയിൽ പോണു. ഞാൻ ഇവൻ്റെ കൂടെ. എനിക്ക് പിന്നെ എന്താ അറിയുമോ, പിടിക്കാതിരിക്കാനുള്ളൊരു കഴിവുണ്ട് കേട്ടോ. അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എനിക്ക് ഇവൻ 10ാം ക്ലാസ്സിലാണ്. പക്ഷെ എന്നാൽ പോലും എനിക്ക് തോളിൽ പോലും പിടിക്കേണ്ടി വന്നില്ല. കാരണം എനിക്ക് ഇരിക്കാൻ കഴിയും, എന്ത് ഗട്ടറാണെങ്കിലും ശരി. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ ദിന്നുബായി അവരുടെ വാട്ടിന് പോയി. ഞങ്ങൾ 3 ആളാണ് ഇവരുടെ കൂടെ ഇരിക്കണത് കേട്ടോ. ഇനി പോണത് ഇവരുടെ വീട്ടിലേക്കാണ്. നല്ല ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണ് ഞാൻ ഇരിക്കണത് കേട്ടോ. എന്താ പറയുക, നിഷ്കളങ്കരായ മനുഷ്യർ. അപ്പം ഇനി ഞാൻ എന്താ പറയുക, ഇവരുടെ വീട് എത്തിയിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടല്ലോ.